കേരളത്തിലേതിന് സമാനമായ രീതിയിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണിത്. അന്തമാനിലുള്ളതാണ്. ഞാനിങ്ങനെ പോർട്ട് ബ്ലെയറിൽ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുമന്ദിരം. മെയിൻലാൻഡിൽ നിന്ന് ഐലൻഡിലേക്ക് പലപ്പോഴായി കുടിയേറിയ മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ കാണാനാണ് ഞാൻ പൊരിവെയിലത്ത് പുറത്തിറങ്ങിയത്. എപ്പോഴത്തെയും പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടും ഓട്ടോയുമൊക്കെ ആശ്രയിച്ചാണ് അന്തമാനിലെ എൻ്റെ സഞ്ചാരം. സിപ്പിഘാട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ യാത്ര. ബസ്സിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പ്രദേശം ചുറ്റി. മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ സിപ്പിഘാട്ടിലൊരു അയ്യപ്പ ക്ഷേത്രമുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. ക്ഷേത്രം കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കണ്ടു കളയാമെന്നായി. ഇവിടെ നിന്ന് ആർക്കൊക്കെ നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, അവർക്കൊക്കെ വന്ന് ദർശനം നടത്താൻ പറ്റും. അതുപോലെ തന്നെ ശബരിമലയിൽ പോകാൻ ആഗ്രഹമുള്ള പലരും ആഗ്രഹിച്ച് നടന്നില്ലെങ്കിലൊക്കെ വരുന്ന സ്ഥലമാണ്. ആ ഒരു മാസത്തിൽ ഇവിടെ വൃശ്ചിക മാസത്തിൽ നോയമ്പെടുത്ത് ഇവിടെ വരുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ. അങ്ങനെ കേരളത്തിൻ്റെ അതേ ശൈലിയിൽ അതേ രൂപത്തിലാണ് ഈ 18 പടിയൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ പടിയൊക്കെ പണിയെടുപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പ ക്ഷേത്രം പോലെ ഒരു അത്ഭുതമായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിൻ്റെ മന്ദിരം. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത് വചനങ്ങളും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് തുടങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ മഹത് വചനങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതും മലയാളത്തിൽ തന്നെ കേട്ടോ. നമുക്ക് പോർട്ട് ബ്ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മലയാളി സമൂഹത്തെയൊക്കെ കാണണം, പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇതാ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണാടി പ്രതിഷ്ഠ കേട്ടിട്ടില്ലേ? കണ്ണാടിയാണ് ഇവിടെ പ്രതിഷ്ഠയായി വെച്ചിരിക്കുന്നത്. ഗുരുവിൻ്റെ ഒരു പ്രതിമയും ഇവിടെ ഉണ്ട്. അങ്ങനെ വളരെ ശാന്തസുന്ദരമായ സ്ഥലം. ഇത് അന്തമാൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ തന്നെയാണുള്ളത്. മലയാളിയും മുൻ ലഫ്റ്റനൻറ്റ് ഗവർണറുമായ വക്കം പുരുഷോത്തമനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്കൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഈ പോർട്ട് ബ്ലെയറിലുള്ള ശ്രീ വിജയപുരം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലത്തെ ഈ ഗുരുമന്ദിരം സന്ദർശിക്കാവുന്നതാണ്.